इन्हें रेट करने कितने ना रही हो मैं बोला ये बहुत सुंदर है इसलिए हमको सुंदर प्राइस बोल देना ना तो वो हमको बहुत सुंदर प्राइस दिया ഡാഡി ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലും കൂടെ കയറണം ഇവർക്ക് 10 മണിക്ക് ക്ലോസ് ചെയ്ത് വീട്ടിൽ പോയിക്കൂടെ അല്ലേ Hi guys, welcome to our new vlog. Welcome to Goa. Goa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചസും പാർട്ടീസും മാത്രമല്ല ഭയങ്കരമായിട്ട് ഹെറിറ്റേജ് ഉള്ള സെൻറ്ററാണ്. ആൻഡ് നമ്മൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. ചേർച്ച് ഓഫ് അല്ലെങ്കിൽ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ ചേർച്ചാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം 400 years ഓൾഡ് ആണ്. പോർച്ചുഗീസ് സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഏറ്റവും ഒരു അൺബിലീവബിൾ ഫാക്ട് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി 400 years ആയിട്ട് ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ദി ആർ ടെല്ലിങ് ഇറ്റ്സ് ഗെറ്റിംഗ് യങ്ങർ എന്ന് പറയുന്നു. ഭയങ്കര ഹീലിംഗ് പവർ ഉള്ളതാണ്. അത് ആക്ച്വലി പോർച്ചുഗലിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് ഒരു കോഫിനിൽ വെച്ചിരിക്കുകയാണ്, ഗോൾഡ് കോഫിനിൽ. പ്ലസ് അവർ പറയുന്നത് എല്ലാ 10 yearsലും അത് ഓപ്പൺ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അന്ന് എനിക്കൊന്ന് ക്രിസ്മസ് ടൈമിലോ ഈസ്റ്റർ ടൈമിലോ അങ്ങനെ കണ്ടാൽ തുറക്കുന്നത്. ഭയങ്കര ഒരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ വെരി ഹാപ്പി ടു സ്റ്റാർട്ട് ഗോവ ഫ്രം സച്ച് എ ബ്യൂട്ടിഫുൾ ചർച്ച് വിച്ച് ഇസ് 400 years ഓൾഡ്. ഈ ചേർച്ചിൻ്റെ അകം ശരിക്കും ഒരു യൂറോപ്യൻ ചേർച്ചിൻ്റെ ഒരു ഫീല് തന്നെയാണ്. അത്രയും ഒരു ഹെറിറ്റേജ് ഉണ്ട്, അത്രയധികം ഈ ആർട്ട് വർക്ക് ഉണ്ട്, കൊത്തുപണിയുണ്ട്. ശരിക്കും നമ്മൾ ആ റഷ്യയിലും യുക്രൈനിലും അല്ലെങ്കിൽ പൊതുവെ യൂറോപ്യൻ കൺട്രീസിൽ കാണുന്ന തന്നെ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് സോ വെൽ മെയിൻറ്റെയിൻ. ശരിക്കും ഇവിടെ വരുമ്പോൾ ഒരു ഹിസ്റ്ററി അറിയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്താണ് ബോഡി സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇതുപോലെ ആർട്ട് മ്യൂസിയം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ആർട്ട് മ്യൂസിയം ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. സോ ഓവറോൾ ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഇവിടെ ഉള്ള എല്ലാം ഈ ക്രിസ്ത്യൻ പെയിൻറ്റിങ്സും അല്ലെങ്കിൽ അവിടെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസും അങ്ങനത്തെയൊക്കെയാണ്. അത്യാവശ്യം ക്രൗഡഡ് ആണ്, പക്ഷേ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഗോവ. ആക്ച്വലി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ രജിസ്റ്റേർഡ് ആണ്. സോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഗാർഡൻസ് ഒക്കെ ഉണ്ട്, ബ്യൂട്ടിഫുൾ കുറച്ച് ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫീലാണ്. ഒരു കോർട്ട്യാർഡും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ചേർച്ച് തന്നെയാണ്. ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഇത് നോക്ക്. ഹായ് ദി ഡിയർ. എനിക്ക് ഭയങ്കര എൻ്റെ ആക്ച്വലി ഫേവറേറ്റ് ഒരു ഫെസ്റ്റിവൽ ക്രിസ്മസ് തന്നെയല്ലേ. നമ്മുടെ ക്രിസ്മസ് ഭയങ്കര ഒരു ഫീലല്ലേ ശരിക്കും. ആൻഡ് ഇത് പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള, ഗോവ അറിയാമല്ലോ പോർച്ചുഗീസ് കീഴടക്കിയ സ്ഥലം. സോ പോർച്ചുഗീസ് ടൈപ്പ് ചേർച്ചാണ്. ഈ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറിന് എവിടെയായിരിക്കും? ക്ലൂ കൊടുക്കണോ? അതെ, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കോൺക്രീറ്റ് ആയിട്ടില്ല, പക്ഷേ വി ആർ പ്ലാനിങ് എ വെരി എപ്പിക് ട്രിപ്പ്. അപ്പോൾ കുറേ ഫണ്ട്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കടന്ന് വ്ളോഗ്സും ആഡ്സും ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ആ പൈസ ഉപയോഗിച്ച് നമുക്ക് ഒരു കിഡിലൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. സോ ഒന്ന് സ്റ്റാർട്ട് ഗെസ്സിങ്. സമയമുണ്ട് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല, ഈ വർഷം തന്നെ ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്താണ്. ഓ, അത് ഭയങ്കര ക്ലൂ. എന്നോട് കുറേ പേര് പറഞ്ഞേ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് നിർത്താൻ. കാരണം ശരിക്കും അമേരിക്ക ആണെങ്കിൽ അവർ വിശ്വസിക്കില്ല. അത് ശരിക്കും അമേരിക്ക ആണെങ്കിൽ അമേരിക്ക പറയില്ല. ഇതാണ് ഇന്ത്യയുടെ ഒരു കുഴപ്പം. കണ്ട യൂറോപ്പിലൊക്കെ റഷ്യയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ചേർച്ചിൽ തന്നെ പാർക്സ് ഒക്കെ ഇരുന്നിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഇവിടെയും അതുപോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ടു സിറ്റ് ഔട്ട്. പക്ഷേ ജസ്റ്റ് ഹൗ ബാഡ്ലി മെയിൻറ്റെയിൻഡ് ഇറ്റ്. അവിടെ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. ഇതാണ് പ്രശ്നം. ഒരു വാല്യൂ ഇല്ല ഹിസ്റ്ററിക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊന്നും അല്ല ഇവിടെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാരണം വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ ചേർച്ചസ് അല്ല. ഇറ്റ് ഇസ് വെരി സാഡ്. ഗൈസ്, ഞങ്ങൾ നല്ല ഗോവൻ ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിച്ചിറങ്ങിയതാണ്. പക്ഷേ വേദു രാവിലെ ഇന്നലെ സ്വപ്നം കണ്ടെന്നുണ്ട്. രാവിലെ തൊട്ട് പിസ്സ പാപ്പം എന്ന് പറഞ്ഞു. ആൻഡ് ഇത് സമയമായി. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 2:30. അപ്പോൾ വേദുവിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇന്ന് ഉച്ചത്തെ ഫുഡ് ഭയങ്കര അടിപൊളി എന്നായിരിക്കില്ല. ആകെ കൂടെ കണ്ടത് എന്തോ US പിസ്സ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോ ഇവിടെ നിന്നായിരിക്കും ലഞ്ച്. എല്ലാവരും വേദുവിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ കഴിക്കുന്നത്. ആ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഓപ്പൺ. നല്ല ക്ലീനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പിസ്സ കഴിക്കുന്നതിൽ വിഷയമൊന്നുമില്ല. പക്ഷേ ഗോവ ഒന്ന് കുറച്ചും കൂടെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്തായാലും നടക്കും, കുഴപ്പമില്ല. ഇതൊക്കെ ഇന്നലെ വേദു മറ്റേ ബീച്ച് വെച്ച് കളിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതില്ലാതെ ഇനി വേദു നടക്കത്തില്ല. ഇനി ഇന്നും പറ്റുമെങ്കിൽ ബീച്ചിൽ പോകണം. പക്ഷേ ഭയങ്കര ഒരു മഴയുടെ ആംബിയൻസ് ആണ്.
നല്ല ഗോവൻ ഫുഡൊക്കെ എൻ്റെ ഡാഡിക്ക് ഇന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വേദു ഡാഡിനെയും കൊണ്ട് എന്ത് പിസ്സ കഴിക്കാൻ വന്നു. ഇനി ഡാഡി എല്ലാ ദിവസവും മിക്കവാറും പിസ്സ കഴിക്കും ഡാഡി. നിവൃത്തിയില്ലാതെ കഴിക്കുന്നതാണ്. പക്ഷെ ഡാഡിക്ക് ഭാഗ്യത്തിന് പാസ്ത ഉണ്ട്. പാസ്ത ഡാഡിക്ക് ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് രാത്രി നല്ല ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല എന്ത് തുടങ്ങി. ഇത് സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഡാഡിയുടെ പാസ്ത. ഇത് അടിപൊളിയായിരിക്കും ഡാഡി. ഡാഡിക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. പച്ചമുളകൊക്കെ ഉണ്ട്, ചിക്കനുണ്ട്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, കഴിച്ചാൽ മതി. അങ്ങനത്തെ വേസ്റ്റ് ആവില്ല ഡാഡി ഒന്നും, എസ്പെഷ്യലി ഇങ്ങനത്തെ ഫുഡൊക്കെ. അതെ, ഡാഡിക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കുറച്ച് ഉറയ്ക്കാനും കൂടെ ഇട്ടോ ഡാഡി. ഓക്കെ, ഇനി കഴിച്ചു നോക്കിക്കുക, നല്ലതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അല്ല വേദുവിൻ്റെ ചീസി ഗാർലിക് ബ്രെഡ് സ്റ്റഫ്ഡ് ആണ്. അകത്ത് ചീസും കോണും വരുന്നു, വെടിയിൽ കുറച്ച് ഹേർബ്സ് ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇത്ര നല്ലതാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. സോഫ്റ്റ് ചീസി US പിസ്സ പണ്ട് കൊച്ചിയിലുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നല്ലതാണെന്ന് വിചാരിച്ചില്ല. ഒട്ടും ഒരു പ്രൊസസ്ഡ് ടേസ്റ്റ് ഇല്ല. എണ്ണുമായി ബട്ടറി ബേസ് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ ഡാഡി പാസ്ത. വെരി ഗുഡ്. ഓ, അപ്പൊ വേദിന്റെ റെക്കമെൻഡേഷൻ കൊള്ളാം അല്ലേ? നല്ല ടേസ്റ്റാണ്. സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണ്. വേദുവാണ് പറഞ്ഞത് ഡാഡി ഇവിടെ വരാം പിസ്സ ഇത് കണ്ടപ്പോൾ. ഈ പിസ്സയും ആക്ച്വലി കൊള്ളാം കേട്ടോ. ഹാൻഡ് ടോസ് പിസ്സയാണ്. സോ ഇറ്റ്സ് തിൻ ക്രസ്റ്റ്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ തിക്ക് ക്രസ്റ്റ് ഇഷ്ടമല്ല. തിൻ ക്രസ്റ്റ് ആകുമ്പോൾ കൂടുതൽ മീറ്റും അധികം കാലറീസ് ഒന്നും കയറില്ല. ആൻഡ് കഴിക്കാനും ഭയങ്കര സുഖമായിരിക്കും. അത്യാവശ്യം ചീസുണ്ട്, 4 ടൈപ്പ് ടോപ്പിംഗ്സ് ഉണ്ട്. പെപ്പറോണി ഉണ്ട്, ചിക്കൻ ഷ്രെഡ്സ് ഉണ്ട്, വേറെ ബാർബക്യൂ ചിക്കൻ ഉണ്ട്, എന്തോ ചിക്കൻ ടീക്ക, അങ്ങനെ 4 സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പ്രിയയ്ക്ക് കുടിക്കാനായിട്ട്, പ്രിയ ഇപ്പം എന്താ ഇത്രയും ബിസിന്ന് അറിയോ? നമ്മുടെ ഷിപ്പിൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് പ്രിയക്ക് സമയം കിട്ടുന്നത്. അതെ, ഷിപ്പിൻ്റെ വ്ളോഗ്. ഗൈസ്, ഇവിടെ ഏറ്റവും ഒരു പോപ്പുലർ സാധനം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യാത്തതും പക്ഷേ ആ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട സാധനം ലാറ്റിൻ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, വിച്ച് ഇസ് സെറ്റ് ടു ബി വെരി ബ്യൂട്ടിഫുൾ, വെരി കളർഫുൾ. പക്ഷേ കുറച്ച് നടക്കാനും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. മഴയാണ്, സോ അതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ വേദും പ്രിയം ഡാഡിക്കും നടക്കാൻ പറ്റില്ല, കുറച്ച് ഹില്ലി ഏരിയയൊക്കെയാണ്. അപ്പോൾ അവരെ ഒരു ചെറിയൊരു സാധാരണ കഫേയിൽ ഇരുത്തിയിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഓടിപ്പോയി അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. സോ ദാറ്റ് യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ ലാറ്റിൻ ക്വാർട്ടേഴ്സ്. അതും ഈ ഗോവയുടെ ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഡാഡി ഇവിടെ ചെറിയ കഫേ ഉണ്ട്, നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുക, ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് നടക്കാൻ പാടായിരിക്കും അവിടെ, ഞാൻ ഭാഗത്ത് കയറ്റിയിട്ട് പോവാം. ബാ, ഡാഡിക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. ഇതൊരു ആർട്ട് മ്യൂസിയം കൂടിയാണ്, ബൊഡേഗ. ഇതിൻ്റെ പേര് ബൊഡേഗ എന്നാണ്. ഒരു ആർട്ട് മ്യൂസിയം ആണ്. ആ സമയത്ത് ഒരു ചെറിയ കഫേ ഉണ്ട്, വളരെ കാമാണ്, മെയിൻ സിറ്റിയിൽ തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു, ഫുഡിനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ഇരിക്കാനും ഒരു ചില്ല് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ ഇൻറ്റീരിയേഴ്സും കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ വേഗം ഇവിടെ നോക്കട്ടെ. ഇതൊക്കെ ആർട്ട് ഗാലറീസ് ആണ്. ഇതാണ് കഫേ, ചെറിയൊരു കഫേയാണ്. പക്ഷെ എന്താ അഭിപ്രായം എന്ന് നോക്കിയാലോ. എങ്ങനെയുണ്ട്? നൈസോ. സ്കൂട്ടറൊക്കെ വെച്ചിരിക്കുന്നുണ്ട് നടുക്ക്. സ്കൂട്ടറൊക്കെ വെച്ച് ശരിക്കും ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു കാശീസിൻ്റെ ഒക്കെ ഒരു ആംബിയൻസ് ശരിക്കും ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് എനിക്കൊന്ന് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. 3 പേർക്ക് കുറച്ച് കേക്കും പേസ്ട്രീസൊക്കെ ഉണ്ട്. തിങ്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ലൈറ്റ് പോകുന്നതിന് മുമ്പ് വേഗം മാക്സിമം കാണിക്കാൻ നോക്കാം. ഫൗണ്ടൻ ഹേസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമ്മൾ. ഇത് ആക്ച്വലി ഒരു പോർച്ചുഗീസിൻ്റെ റിച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു പണ്ടത്തെ കാലത്ത്. പോർച്ചുഗീസിനല്ല, ആ പോർച്ചുഗീസ് ടൈമിൽ പൈസക്കാർ താമസിക്കുന്നത്. ഇന്ത്യൻസും ഉണ്ടായിരുന്നു, പോർച്ചുഗീസും ഉണ്ടായിരുന്നു. 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹില്ലിൻ്റെ മുകളിൽ പൈസക്കാരും, താഴെ ക്രീക്ക് ഏരിയയിൽ പാവപ്പെട്ടവരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോഴും ആ ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് കാണാം. അപ്പോൾ അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചാപ്പലാണ്. ഏകദേശം 220 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ചാപ്പലാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഹിസ്റ്റോറിക്. ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു സെൻറ്റർ പീസാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഓൾഡ് വൈറ്റ് ബിൽഡിംഗ്, ബെൽ ടവർ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ക്വീൻ, സറൗണ്ടഡ് ബൈ സം ബ്യൂട്ടിഫുൾ ഗ്രീനറി. ശരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഫീലിംഗ് തന്നെയാണ്. സോ ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടന്ന് എങ്ങനെയുണ്ട്, ഇപ്പോഴും ആ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് തപ്പിപ്പിടിക്കാൻ കുറച്ച് പാടാണ്, കാരണം കുറച്ച് ഉള്ളിലേക്ക് വരണം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്ത് തന്നെ നമ്മുടെ കാർ ഇതാണ്, റെൻ്റ് ക്യാബ്, വൈറ്റ് കളറാണ്. കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ വന്നിരിക്കുന്നു. ഇതൊരു വിഷിംഗ് വെല്ലാണ്. ഇപ്പം പക്ഷേ വിഷിംഗ് നടക്കില്ലയൊന്നും അറിയില്ല. പക്ഷേ ഇറ്റ്സ് എ വിഷിംഗ് വെൽ. 2 റൂസ്റ്ററുള്ള ഒരു വെല്ല് തപ്പിപ്പിടിക്കാൻ പറഞ്ഞായിരുന്നു. സോ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ആൻഡ് ഇതാണ് ഫൗണ്ടനാസ് ഏരിയ എന്ന് പറയുന്ന ഒരു മെയിൻ ഏരിയ ആണ്. ഇറ്റ്സ് ലൈക്ക്
പ്രോപ്പർ ഒരു പോർച്ചുഗീസ് വൈബ് ഉള്ള ഒരു സ്ട്രീറ്റാണ്. ജസ്റ്റ് ഈ ഇവിടുത്തെ ബിൽഡിങ്സും വീടൊക്കെ കണ്ട ശരിക്കും ഒരു യൂറോപ്പിലേക്ക് പോയ ഒരു ഫീലിംഗ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ കൂടെ വരുന്നത്. ഇത് കണ്ട, ഇത് ശരിക്കും ഒരു മറ്റേ ഏതാ ഗ്രീക്സിലൊക്കെ ഒരു ഐലൻഡൊക്കെ ഇല്ല, ആ ഒരു കളർ പോലെയുണ്ട്. ഇടയ്ക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ക്വീൻ ചേർച്ചസ്. ഐ ഫീൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഗോവ. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകൾ അധികം വരാറില്ല, പക്ഷെ ശരിക്കും ഒരു വാക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ബിൽഡിങ്സും ഇങ്ങനെ നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല, നടന്ന് പോകേണ്ടി വരും. നോസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കഫേസും ബേക്കറീസൊക്കെ കാണും കേട്ടോ ഇവിടെ ഹിഡൻ. ആൻഡ് ഭയങ്കര ടേസ്റ്റി ഒത്തൻറ്റിക് സാധനങ്ങളായിരിക്കും. ഇതൊക്കെ ഓരോ ഓഫീസുകളിലും ബിൽഡിങ്സാണ്. കണ്ട എന്ത് രസമാണെന്ന് നോക്കുന്നു. കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ നടക്കാൻ പറ്റിയത്. ഇത് കോബിൾ സ്റ്റോൺ അല്ല കേട്ടോ, ഇത് നമ്മുടെ സാധാരണ ടൈൽസാണ്. പക്ഷേ ഫീൽ സോ നൈസ് വാക്കിംഗ് ത്രൂ. കണ്ട ചെറിയ ക്ലീനിങ്, ശരിക്കും നമ്മൾ യൂറോപ്പിൽ പോയ പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ചെടികളൊക്കെ വെച്ച് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിനൊക്കെ പണി നടക്കുന്നുണ്ട്, പക്ഷെ അതും അവർ പഴയ രീതിയിൽ തന്നെയാണ് പണിയുന്നത്. ഇതൊക്കെ പഴയ ബിൽഡിങ്സ് ആണ്, മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ. എന്തായാലും ഒരു 10-100-200 വർഷം പഴക്കം കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിക്കും ഒരു പ്രോപ്പർ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യായിരുന്നു. ഇവർ ആൾക്കാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ കുറച്ചും കൂടെ ക്ലീൻ ആക്കി വെച്ച്, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കി വെച്ച്, കുറച്ചും കൂടെ ഒരു കഫേസും നടക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഒരു രസമുള്ള സ്ഥലം ആക്കായിരുന്നു. നമ്മുടെ ലവീവ് പോലെ. ശരിക്കും എനിക്കൊരു ലവീവിൻ്റെ ഒരു ഫീലാണ്. പക്ഷേ എന്താ പറയുക, അത്രയധികം ഒരു ടൂറിസ്റ്റിന് വേണ്ടി കേറ്റർ ചെയ്യുന്നല്ല, ഒരു ലോക്കൽ ഏരിയ പോലെ തന്നെയാണ്. പക്ഷെ എന്തായാലും ഗോവ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ കൂടെ നടക്കാം, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിക്കാം, ജസ്റ്റ് ഒരു ഹാഫ് ഡേ. പക്ഷേ ഈവനിങ്ങിലായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ആ ലാറ്റിൻ സ്ട്രീറ്റ്, ഓൾഡ് ലാറ്റിൻ സ്ട്രീറ്റ് കുറച്ചും കൂടെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഭയങ്കര മഴ, നന്നായില്ലേ പ്രിയം ചെയ്തും ഡാഡിയും കൊണ്ടുപോകാതിരുന്നത്. അവർ ഓടി ഒരിക്കലും എത്തില്ലായിരുന്നു, നല്ല മഴ തലഞ്ഞാൽ. അപ്പോൾ അത്ര ഇന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ പറ്റുമെങ്കിൽ ഗോവയിൽ വരുമ്പോൾ ലാറ്റിൻ സ്ട്രീറ്റ് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ്. അവിടെ ഗീതാഞ്ജലി ഗാലറി ഒക്കെ ഉണ്ട്, കുറേ പഴയ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച്. സോ ദാറ്റ്സ് ഓൾ വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് അവരെ പ്രിയയുടെയൊക്കെ സിറ്റുവേഷൻ എന്തായാലും നോക്കട്ടെ, അവർ നല്ല എൻജോയ് ആയിരിക്കും മഴയത്തൊക്കെ. എന്തായി, നല്ല അടിപൊളിയല്ലേ സെറ്റപ്പ് ഇത് കട മഴയത്ത്. ഞാൻ നനഞ്ഞ് കുളിച്ച് നന്നായി നിങ്ങൾ വരാതിരുന്നത്. ഞാൻ ഓടി, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ഓടും മഴയത്ത്? കാറ് ദൂരെ പാർക്ക് ചെയ്തേ, ഞാൻ നനഞ്ഞു ഫുൾ. പക്ഷെ മഴ പെയ്തപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ എൻ്റെ വിയറ്റ്നാമീസ് കോഫി കണ്ടോ? അടിയിലെന്താ? പഞ്ചസാര ഇട്ടുണ്ടാ പറയാ. മിൽക്ക് മെയ്ഡാണ് ഹെൽത്തി, കുറച്ച് കാൽസ്യം ഉണ്ട്. നോക്കട്ടെ, മിൽക്ക് മെയ്ഡ്. വിയറ്റ്നാമിലെ കോഫിയിൽ ഷുഗർ അല്ല ഇടുന്നത്, അവർ മിൽക്ക് മെയ്ഡായിരുന്നു ഇടുന്നത്. അപ്പോൾ പാലും ഷുഗറും കൂടെ എല്ലാം ഒരുമിച്ചാവുമല്ലോ. ഡാഡിക്ക് ഇഷ്ടമാണോ ഡാഡി മിൽക്ക് മെയ്ഡ്? അത് ഇത് മിൽക്ക് മെയ്ഡിന്റെ കാപ്പിയാ. കുറച്ച് ചായയിലും പാലിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കുടിച്ച. അതെ, പിന്നെ ഇത് ഒരു ഡ്യൂ ലക്ഷേ ചീസ് കേക്ക് ആണ്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓ പ്രിയ, നൈസ് റെയിൻ ആൻഡ് സം മിൽക്ക് ആൻഡ് ക്രീം ചീസ് കേക്ക് പോലെ. കോഫി ആൻഡ് സം റെയിൻ. എൻ്റെ പെർഫെക്റ്റ് പറയാം. അധികം മധുരമില്ല, ആ സമയത്ത് ആ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. ഫോർ ഇറ്റ് ബി കുറച്ച് കയ്പായിരിക്കും. യു നീഡ് വെരി സ്വീറ്റ്. നോ, എനിക്ക് കോഫി അത്രയും സ്വീറ്റ് ആവണ്ട, കൂൾ കോഫി. കുറച്ച് സ്ട്രോങ്. വിയറ്റ്നാമീസ് അല്ലേ? ഡാഡി പറയാണേ, ഈ മരം ഏതാ അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ആണല്ലോ, കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കറക്റ്റ് കമൻറ്റ് ഞാൻ ഡെഫിനറ്റ്ലി പിൻ ചെയ്യുന്നതായിരിക്കും. ഡാഡിക്ക് പിന്നെ അറിയാമല്ലോ ചെടികളൊരു വീക്ക്നെസ് ആണ്. ഞാൻ ആ ലാറ്റിൻ സ്ട്രീറ്റ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും ഇവിടെ ചെറിയ ഗാലറി ഒക്കെ കണ്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയല്ലേ ഇത്. ആക്ച്വലി ഒരു നേച്ചറിൻ്റെ ഒരു തീമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിതൊക്കെ കണ്ട വുഡൻ, ഒരു റീഫർബിഷ്ഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്.
റിയൽ വേർഷൻ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഫുൾ ഭയങ്കര ഒരു കിളിയുടെ സൗണ്ട് ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇവൻ കിളിയുടെ സൗണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്. മ്യൂസിക്കിൽ. And see the windows. എവറിത്തിങ് ഇസ് പെയിന്റിങ് അല്ലേ? ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഫോട്ടോ പോലെ ഇല്ലേ? ഇത് പെയിന്റിംഗ് ആ ഇതൊക്കെ എനിക്കൊന്ന് ഗോവയിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആയിരിക്കും. കണ്ടോ? ആ എന്ത് ടാലന്റ് ആയിരിക്കും. ഇത് നോ 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 തുടരുത് കേട്ടോ. ഫോട്ടോ ഇഷ്ടമായി. ഭയങ്കര രസമായിട്ടുണ്ട്. പ്രിയ കണ്ണിന് കുളിർമ വന്നു തുടങ്ങിയോ? പ്രിയ ഒരു സാധനം ഗോവയിൽ എത്തുന്നു എന്ന് പറഞ്ഞപ്പോ തൊട്ട് നോക്കിക്കൊണ്ട് നടക്കുവാണ്. അപ്പൊ അതെന്താണ്? അത് എത്ര വർഷമായി എന്നൊന്നും കൂടെ പറ. 5-6 7-8 വർഷമായി. എന്നിട്ട് വേണം അത് തപ്പിപ്പിടിക്കാൻ എന്ന് പറഞ്ഞു. നമ്മള് ബാഗയിലാണ്. ബാഗയില് വെറുതെ ഒന്ന് കറങ്ങാൻ വന്നാൽ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ കണ്ണിന് എല്ലാവർക്കും ഒരു കുളിർമ തരണ്ടേ. അത് നമ്മുടെ ഒരു ഡ്യൂട്ടി അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് നോക്കുന്നത്? ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ കാണും ഇന്നത്തെ ഒരു വ്ളോഗില്. പ്ലസ് ഡിന്നർ എവിടെയെങ്കിലും ഒരു അടിപൊളി സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഡാഡി പ്രിയ പോയാ? ഇനി നമ്മുടെ പണി ആസ് യൂഷ്വൽ വെയിറ്റിംഗ്. വെയിറ്റ് കൂടും. എനിക്ക് കുറച്ചാളുടെ സൂട്ട് കേസ് പാക്ക് ചെയ്യാനുണ്ട്. എനിക്ക് വെയിറ്റ് കൂടുതലല്ലേ. ആ പ്രിയ ഡ്രസ്സ് നോക്കാൻ പോയിരിക്കാണ്. പക്ഷെ പ്രിയ നമ്മളോട് പറഞ്ഞത് ഓർണമെന്റ്സ് കുറച്ച് വേണം. നല്ല ഓർണമെന്റ്സ് കിട്ടും കേട്ടോ ഇവിടെ അല്ലേ. നല്ല ചീപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറെ വാങ്ങി. പക്ഷെ അതിപ്പോ 5-6 വർഷമായി. അപ്പൊ എന്തായാലും പ്രിയക്ക് കുറെ ഓർണമെന്റ്സ് വാങ്ങി കൊടുക്കണം. പക്ഷെ പ്രിയ ഇപ്പം അവിടെ എന്തോ ഡ്രസ്സിന്റെ ഭയങ്കര സംസാരത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ കിട്ടുന്നു. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് പൊതുവെ. ടൂറിസ്റ്റ് പ്രൈസ്. നന്നായി ബാർഗെയിൻ ചെയ്യണം. പ്രിയ ബാർഗെയിൻ ചെയ്യാൻ വളരെ മോശമാണ്. വല്ല ഉണ്ടോ? നല്ല കളക്ഷൻസ് ഉണ്ട്. വിലയോ? കത്തി റേറ്റാ പറയുന്നേ. പക്ഷെ കുറച്ച് 3-4 വാങ്ങിച്ചാൽ ഡിസ്കൗണ്ട് തരാന്നാ പറയുന്നത്. ഇപ്പൊ ഡാഡിയുടെ കിട്ടും. ഞാനും വേദും ആസ് യൂഷ്വൽ മാച്ചിങ് ഡ്രസ് വാങ്ങിച്ച ടീഷർട്ട്. യു ആർ നോട്ട് ദേർ. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രിയ സ്റ്റക്കായി വന്നോട്ടാ. ഞാൻ എത്ര കടകളിൽ പോയി നോക്കിയെന്നറിയോ? എത്ര നേരം ആള് കൊള്ളാം കേട്ടാ. വീക്ക്നെസ് ഡാഡിയെ ആ പ്രിയ അപ്പുറത്തെ കടയിൽ കേറിയിട്ടുണ്ട്. ദില്ലു പോയി വിളിച്ചോണ്ട് വരാൻ. എന്ത്? എന്നിട്ട് നമുക്ക് നാളെ വാങ്ങാൻ പറ്റില്ല. നമ്മളപ്പത്തേക്ക് ഇവിടുന്ന് പോവും. ഈ വീഡിയോ വരുമ്പോഴേക്കും പോവും. ഇത് ജസ്റ്റ് ഷ്രഗല്ലേ? ആ ഉണ്ടല്ലോ ഇങ്ങനത്തെ 3 ഇപ്പൊ പറയാം. അതിൽ ഓട്ട വേറെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ സെയിം ഇല്ല എന്നൊക്കെ പറഞ്ഞു കളയും. പിങ്ക് ആ കളർ ഇല്ല എന്തായാലും. കുറച്ച് ബ്രൈറ്റ് ആയി വരുന്നുണ്ടല്ലോ. എന്താ കാരണം? ബ്രൈറ്റ്നെസ്സിനെ കുറ്റം പറഞ്ഞ ആള് ഒരാൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. കണ്ട പ്രിയ പറഞ്ഞ അവർ അടിച്ചു ഓടിക്കും. ഞാൻ ആ പറഞ്ഞ റേറ്റിന് വാങ്ങി. നമ്മള് എത്ര വീഡിയോസ് കാണും. നമുക്ക് ഇവരുടെ ലാഭം അറിയാം. ഇവരെങ്ങനെയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ആൻഡ് ഇപ്പൊ ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയോ? കാണുന്നവര് നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ ബാർഗെയിൻ ചെയ്യുന്ന അവർക്ക് ജീവിക്കേണ്ടത്. പക്ഷെ അത് തെറ്റിയ കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം എന്ന്. നമുക്ക് എത്ര പൈസ ഉണ്ടോ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വാല്യൂ കിട്ടുന്നുണ്ടോന്നാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ ബാഗ് വാങ്ങും. വെൻ വി ഫീൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു 300 രൂപയുടെ സാധനം 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. പ്ലസ് ഇവർക്ക് അത് അറിയാം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാം. അവർ എക്സ്പെക്ട് ദ ട്രാവലേഴ്സ് ടു ബാർഗെയിൻ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തായാലും ഒരു 200-150% പ്രോഫിറ്റ് കാണും. കാരണം നമുക്കറിയാവുന്ന കുറേ പേര് തൃപ്പൂരും അവിടെയൊക്കെ ഉള്ളത് നമുക്കറിയാം ക്ലോത്ത്സിന്റെ മാർജിൻ. സോ ഇവർക്കും അതൊരു നഷ്ടമാണ്. പ്ലസ് നമുക്കൊരു നഷ്ടം ആവരുത്. നമ്മൾ കഷ്ടപ്പെട്ടാണല്ലോ ഓരോ രൂപ ഉണ്ടാക്കുന്നത്. സോ നമുക്കും വർത്താവണം, അവർക്കും ഒരു പ്രോഫിറ്റ് വേണം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അവർ 700 രൂപ പറഞ്ഞ സാധനം നമുക്ക് 350 രൂപ പറഞ്ഞു. സോ ദാറ്റ് എക്സ്പെക്ട് ചെയ്തു. അവർ രണ്ടാമതൊരു അയ്യോ 400 രൂപ 500 രൂപ ഒക്കെ പറയുന്നില്ല. ദാറ്റ് മീൻസ് ഹൗ മച്ച് പ്രോഫിറ്റ് ദേ ഹാവ്. സോ അതാണ് ഇഫ് യു റെസ്പെക്ട് യുവർ മണി അവർ ആ ഒരു റേറ്റ് തന്നിരിക്കും. നമ്മളും ബാർഗെയിൻ ചെയ്യണം. അത് 50 രൂപയുടെ സാധനമാണെങ്കിലും ബാർഗെയിൻ ചെയ്യണം. കാരണം ആരും 50 രൂപ പോലും നമുക്ക് വെറുതെ തരില്ല. ഓൾവേസ് വാല്യൂ യുവർ മണി ആൻഡ് റെസ്പെക്ട് അവരുടെ. കാരണം ഇപ്പോൾ ഒരു ഇവിടെ ഇപ്പം നമ്മൾ വന്ന ഒരു 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കറക്റ്റ്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു രീതി. സോ അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ എവിടെ ഇങ്ങനത്തെ സ്ട്രീറ്റിൽ പോയാലും ബാർഗെയിൻ ചെയ്യുക. കാരണം അത്രയും പ്രോഫിറ്റിലുണ്ട് അവർക്ക് വിൽക്കുന്നത്. ദി എക്സ്പെക്ട് യു ടു ബാർഗെയിൻ. അല്ലെങ്കിൽ നമ്മളാണ് ഫൂൾ ആവുന്നത്. ഇത് രണ്ടാമത്തത്. ഇതിലും वो हमारा दोस्त हमारा नया दोस्त है. हाय बोलो. കണ്ട मैं बार्गेन किया और मैं बोला मैं എങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടിയെന്ന് അറിയോ? मैं बोला ये बहुत सुंदर है इसलिए हमको सुंदर प्राइस बोल देना. तो वो हमको बहुत सुंदर प्राइस दिया. അവര് ഹാപ്പി, നമ്മളും ഹാപ്പി, കാണുന്നവര് ഹാപ്പി. ഞാൻ എത്രയ്ക്കാ വാങ്ങിച്ചെന്ന് ഗസ് ചെയ്യും കേട്ടാ. നല്ല ഡ്രസ്സാണ്, നല്ല വർക്ക് ഒക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ ഇതുപോലെ സന്തോഷത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ റൂഡാവരുത് ഒരിക്കലും, കിട്ടിയില്ല എന്ന് വിചാരിച്ച്. ഒരു സ്നേഹത്തോടെ അല്ല, എല്ലാവരും സന്തോഷത്തിനല്ലേ. ओके बाय बाय. मैं आपको अंकल को देखेगा तो हाय बोलेगा. नाम क्या है उसका? വെങ്കടേഷ്. ഈ നമ്മുടെ പുതിയ ഫ്രണ്ടിന്റെ അങ്കിള് അവിടെ വർക്കലയിൽ ഇങ്ങനത്തെ സെയിം ബിസിനസ് ആണ്. ऐसा कपड़ा उधर भी मिलेगा लेकिन उधर ज्यादा रेट होगा. हाँ केरला में ज्यादा है रेट. ओके क्या है? कर्नाटका. आप कर्नाटका से है? हमको बैंगलोर बहुत पसंद है. किधर से आप? हुबली. हाँ ये मत्रोश्का है, इसको मत्रोश्का बोलता है. हाँ रशियन. हम रशिया से आया था. हाँ ओके. हम रशिया में था 2 महीने रशिया में था तो हमको ये हम उधर से लाया था. ओके बाय बाय. बाय बाय. വല്ലത് വാങ്ങിച്ചാ? ഡാഡിക്ക് ഡാഡിയുടെ മോളെ അറിയില്ലേ? രണ്ടെണ്ണം വാങ്ങിച്ചു ഇങ്ങനെ കൂട്ടിയാല് ഒരു ബാഗും കൂടി വാങ്ങിക്കണം. ഒരു ബാഗും കൂടി വാങ്ങിക്കണം. എടുക്കണോ? എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോ വിചാരിക്കും വാങ്ങണം. അങ്ങനെ പല കാര്യങ്ങളും വിചാരിക്കാറുണ്ട് എല്ലാ തവണ. ഇതുവരെ വാങ്ങിയിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ ഇവളെയാണ് പ്ലസ് ഡ്രീം ക്യാച്ചർ ആണ്. എന്റെ സ്വപ്നങ്ങളൊക്കെ പിടിച്ച് സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രിയ വാങ്ങുന്നതാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പ്രിയ, അതൊക്കെ നടക്കട്ടെ അല്ലേ. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ പിടിച്ച് റിയൽ ആക്കട്ടെ എന്ന്. ഡാഡി ഞങ്ങളെല്ലാം എവിടെ പോയാലും മാഗ്നറ്റ് വാങ്ങാറുണ്ട്. ഇത് ഡാഡിയുടെ ഓർമ്മയ്ക്ക് ആപ്പിൾ ജ്യൂസിന്റെ മാഗ്നറ്റ് ഞങ്ങൾ ഒരെണ്ണം വാങ്ങുന്നു. ഓക്കെ എടുക്കുന്നുണ്ടോ പ്രിയ? ഇത് കോമൺ അല്ല. ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ. ആ ഡയലോഗ് അതെ വിചാരിച്ച എന്താ വരാത്തത്. ഇതിലെ പ്രിയ പറയാ പ്രിയക്ക് 5 എണ്ണം വേണം, 5 ഡിഫറെന്റ് കളർ അല്ലേ, 5 ഡിഫറെന്റ് മാച്ചിങ്. ഡാർക്ക് ബ്ലൂ. അടുത്ത ട്രിപ്പ് നമ്മള് ഭയങ്കര കളർഫുൾ ആക്കണ്ടേ? അന്ന് പ്രിപ്പറേഷൻ ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ തോന്നാറുണ്ട്, എനിക്കെന്നെ അറിയണം. അത് പ്രിയക്ക് മാത്രമേ ഇതൊക്കെ തോന്നാറുള്ളൂ, ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ. നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ വെറുതെ ഒരു സന്തോഷത്തിന്. നിങ്ങൾക്ക് വാങ്ങാൻ തോന്നണ്ടെന്ന് പറയലേ, ഇതില് വിചാരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഇതൊക്കെ ഫാൻസി ഐറ്റംസ് അല്ലേ. ഈ രോഗം ഇതൊക്കെ ആക്ച്വലി സന്തോഷത്തിന് വാങ്ങുന്ന ആൾക്കാര്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ യൂസ് ഒന്നും ഇല്ലല്ലോ ഇടാനല്ലേ. എന്നാലും നോക്കട്ടെ ആൾക്കാർ എന്താ കമന്റ് ചെയ്യുന്നത്. ഞാൻ ഇതിലെ കമന്റ്സ് ഒക്കെ വായിക്കുന്നതായിരിക്കും ഈ ബ്ലോഗില്, അല്ലാതെ വായിക്കാറുണ്ട്. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ നോക്കും കേട്ടാ. 2 ടൈപ്പ് വായിക്കട്ടെ, എന്തിനാ ചോദിച്ചിട്ട് അതിന് മുമ്പ് എടുക്കില്ല എന്തായാലും, ഇവരുടെ റിപ്ലൈ വരുന്നതിന് മുമ്പ്. കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്, ഇനി വ്ളോഗ് എടുക്കാനുള്ള ശേഷിയില്ല. ഇന്ന് ഭയങ്കര ടയറിംഗ് ഡേ ആയിരുന്നു, അത് അടയ്ക്കും. എന്തായാലും ഇപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞേക്കാം. അപ്പൊ എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. വേദു സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ഡാഡി ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലും കൂടെ കയറണം. ഇവർക്ക് 10 മണിക്ക് ക്ലോസ് ചെയ്ത് വീട്ടിൽ പോയിക്കൂടെ അല്ലേ?